إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ലഹരി കൊണ്ടുണ്ടായ ചില വിപത്തുകളെക്കുറിച്ച്, നമ്മളെ നാട്ടിലുണ്ടായ ചില അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഖുതുബ സ്ഥിരമായി ഓൺലൈനിൽ കേൾക്കുന്ന നമ്മുടെ പരിസരവാസിയായ ഒരു സഹോദരൻ, അദ്ദേഹം വാട്സപ്പിൽ ഖുതുബ കേട്ടതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഖുതുബയിൽ ലഹരി കൊണ്ടുള്ള അപകടങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് വിധിവിലക്കുകൾ പറയണം, ഭയം നിറക്കണം, നാട് മുഴുവനുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ വീടിനടുത്ത് ദിവസം 200 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ കത്തികൊണ്ടും വടികൊണ്ടും ഉപ്പാനെയും ഉമ്മാനെയും എറിയാണ്. നാട്ടുകാരെ മുന്നിൽ മാനം കെടും എന്ന് കരുതി ആരും അറിയാതിരിക്കാൻ വേണ്ടി സ്വകാര്യമായി 200 രൂപ മകന് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു വാപ്പാനെയും ഉമ്മാനെയും അയൽവാസി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ മകൻ ഒരു കൂട്ടം ഹാൻഡ്സ് നാവിൻ്റെ അടിയിൽ വെച്ചെങ്കിൽ മാത്രമേ അവന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടം ഹാൻഡ്സ് നാവിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നത് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഗവൺമെൻറ്, പോലീസ്, ഗവൺമെൻറ്, മറ്റ് ഏജൻസികൾ, ക്ലബ്ബുകൾ എല്ലാം പല രൂപത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ എല്ലാം. പക്ഷേ എന്നിട്ടും അത് അവസാനിക്കുന്നില്ല. അപ്പോൾ എന്താണ് പരിഹാരം? പ്രശ്നങ്ങളല്ലല്ലോ, പരിഹാരം പറയണം. എന്താണ് പരിഹാരം? പരിഹാരം
ഇസ്ലാം പറഞ്ഞ പരിഹാരം മാത്രമേ ഉള്ളൂ. അറബികൾക്കിടയിൽ കള്ളു കുടിക്കാത്തവർ 1-2 ഉണ്ടായിരുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം കള്ളുകുടിയന്മാരായിരുന്നു, ലഹരി ഉപയോഗിച്ചവരായിരുന്നു. അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. പെട്ടുപോയാൽ പിന്നെ മോചനം കിട്ടലാൻ കുറച്ച് പ്രയാസ. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചത്. ആദ്യകാലത്ത് ആളുകൾ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിലുമുള്ള ആളുകൾ നന്നാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. മരിച്ചാൽ മുന്തിരിവള്ളിയുടെ അടിയിൽ കുഴിച്ചു മൂടണം എന്ന് പാട്ടുപാടിയവർ അവരുടെ നുരുമ്പിയ എല്ലുകൾക്ക് ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിയമങ്ങൾ എത്ര ശക്തമാക്കിയാലും അതിന് ചില പരിധികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇന്ന് ഞാൻ വായിച്ച പുതിയൊരു മെസ്സേജ്, ഇന്ന് വന്നൊരു എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകും. ലഹരി മരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായതുകൊണ്ട് കർശനമായ ചില നിയമങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി വിസക്ക് മെഡിക്കൽ എടുക്കുമ്പോൾ ഡാസ്റ്റ് 10 എന്ന ടെസ്റ്റ് കൂടി നിർബന്ധമാക്കിയെന്നാണ്. ഏറ്റവും പുതിയതാണ്, നിർബന്ധമാക്കി. അപ്പൊ എന്താണ് ഈ ടെസ്റ്റ്? 6 മാസം മുമ്പ് വരെ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ അളവ്, ആ അളവ് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, 6 മാസം മുമ്പ് ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ അളവ് വരെ ഈ ഡാസ്റ്റ് 10 എന്ന ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് GCCയിലേക്ക് വരാൻ താല്പര്യമുള്ളവരും വന്നിട്ട് അതിൽപ്പെട്ടവരും സൂക്ഷിക്കുക. പൊതുമാപ്പിൽ പോലും നാട് കാണാൻ പറ്റൂല എന്നാ. അപ്പോൾ തിരക്കടില്ലാന്ന് നമുക്ക് തോന്നും. ശരിയാണ്. എന്താ ഉണ്ടാകാൻ പോണത്? ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൽ ഇത് കാണാതിരിക്കാൻ മറ്റ് മറുമാർഗങ്ങൾ എന്താന്ന് കണ്ടെത്തും. എന്നാലും ഇത് നിർത്തൂല. ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിൽ അറിയാതിരിക്കാൻ മറുമരുന്ന് എന്തുണ്ട്, എന്ത് മാർഗമുണ്ട്, അത് കണ്ടെത്തും, അത് റിസർച്ച് നടത്തും. എന്നിട്ട് ടെസ്റ്റ് നടത്താൻ പോണ മുമ്പ് അത് ആ മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. പരിഹാരം ആൾക്കാർ കണ്ടുപിടിക്കും. അപ്പൊ നിയമങ്ങൾ എത്ര ശക്തമാക്കിയത് കൊണ്ട് പോലും നടക്കൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിന്റെ ഹക്ക് അവിടെയുള്ളത്. കാലത്ത് ആയിഷത്ത റളിയല്ലാഹു അൻഹ ലൗ നസല അവ്വലു ഷൈഇൻ ലാ തശ്റബുൽ ഖംറ, റസൂലുള്ള വന്നിട്ട് ആദ്യം നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ലക്കാലു ലാ നദുൽ ഖംറ അബദ, ഞങ്ങൾ ഒരിക്കലും കള്ളു ഉപേക്ഷിക്കൂല എന്നായിരിക്കും അവർ പറയാ. ആയിഷ ബി പറഞ്ഞതാ. ഇന്നമാ നസല അവ്വലു മാ നസല മിൻ സൂറത്തുൽ മുഫസ്സൽ, ഖുർആനിൽ ഇറങ്ങിയ മുഫസ്സലായ സൂറത്തുകൾ ഉണ്ടല്ലോ, ആദ്യം ഇറങ്ങിയ ആ സൂറത്തുകൾ ഫി ഹാദിക്കറൽ ജന്നത വന്നാർ, അതിൽ നരകവും സ്വർഗ്ഗവും പറഞ്ഞത്. ഹത്താ ഇദാ താബ അന്നാസു ഇലൽ ഇസ്ലാം, ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ഇതൊക്കെ മനസ്സിലാക്കി നരകവും സ്വർഗ്ഗമൊക്കെ മനസ്സിലാക്കി വന്നു. അപ്പോഴാണ് നസലൽ ഹലാൽ വൽ ഹറാം ഇറങ്ങണത്. ഹലാലു ഹറാമൊക്കെ പിന്നെയാണ്. അപ്പൊ ആദ്യം ഒരു ഈമാൻ ഉണ്ടാകണം. സ്വർഗം നരകം ജീവിതത്തിന് ലക്ഷ്യം എന്താന്ന് തിരിച്ചറിയണം. ഈ നൈമിഷികത ബോധ്യപ്പെടണം. അള്ളാനെ മനസ്സിലാക്കണം. പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. അതൊക്കെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്താ. കുറെ വലുതായതിനു ശേഷം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാട്ടുകാർ അറിയാതിരിക്കാൻ മക്കൾക്ക് 200 രൂപ എന്നും മയക്കുമരുന്ന് ഉപയോഗത്തിന് കൊടുക്കേണ്ടി വരുന്നൊരു വാപ്പാന്റെയും ഉമ്മാന്റെയും ഗതികേട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇസ്ലാം അതാണ് പറഞ്ഞത്. പ്രായോഗികമായ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞത്, പെട്ടെന്നുള്ള പരിഹാരമല്ല. മദ്യപാനം ഇസ്ലാം നിരോധിച്ചത് എങ്ങനെ? 3 ഘട്ടമായിട്ടാണ്. അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂന വിളിച്ചത്, ഈമാനുള്ളവരേന്നാ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാർ, കഴിഞ്ഞ ഖുതുബിൽ നമ്മൾ കേട്ടു. ഇതൊക്കെ വിരോധിച്ചു. വജ്തനിബ്, ഫുള്ള് ഉപേക്ഷിക്കണം. അത് ശൈത്താന്റെതാണ്. കാരണം ശൈത്താന്റെ പണി ഒന്നുമേ നിൽക്കൂല. അതിനെ തുടർന്ന് മറ്റു പലതുണ്ടാകും. അതുകൊണ്ടാണ് ലഹരി കൊണ്ടുള്ള മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ്. സ്വർഗവും നരകവും ജീവിതത്തിന്റെ ലക്ഷ്യവും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അവർ വന്നിട്ട് ചോദിച്ചു, യസ്അലൂനക അനിൽ ഖംറ, നിന്നോടവർ ചോദിക്കുന്ന നബിയെ ഖംറിനെ പറ്റി. അപ്പം അവർക്ക് ബേജാറ് തുടങ്ങി ഓരോ കാര്യത്തെക്കുറിച്ചും. ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ചെറിയ പ്രായത്തിലെ കാലഘട്ടത്തിന്റെ നാടിൻ്റെയൊക്കെ
അവസ്ഥക്കനുസരിച്ച് ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് വന്ന ആൾക്കാര് അവർക്ക് ഈമാനാണ്ട് കിട്ടിയപ്പം അവർ ചോദിച്ചു നബിയുടെ അടുക്കൽ, യസ് അലൂനക്ക, നിന്നോട് അവർ ചോദിക്കുന്നു എന്നാ അള്ളാഹ് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ആദ്യം വന്ന് ചോദിച്ചപ്പോ തന്നെ നിരോധിച്ചിട്ടില്ല, ഹറാമാന്ന് പറഞ്ഞു. ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഉപകാരത്തേക്കാൾ അക്ബറാണ് അതിന്റെ ലർറ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. പിന്നീട് പറഞ്ഞു, നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മനസ്സാന്നിധ്യം കിട്ടൂല, എല്ലാ നന്മകളും ഇല്ലാതെയാകും. അതുകൊണ്ട് വലാ തഖറബു സ്വലാത്ത വഅൻതും സുഖാറാ, ലഹരി ബാധിച്ച് നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞു. പിന്നീടാണ് ഫജ്തനിബു എന്ന് പറഞ്ഞിട്ട് ഫഹൽ അൻതും മുൻതഖൂൻ, വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ആയത്തിറങ്ങിയത്. അപ്പൊ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞപ്പം ആയത്തിന്റെ ഇറങ്ങിയപ്പം വീപ്പകൾ തച്ചുടച്ച് അക്ഷരാർത്ഥത്തിൽ ഗ്യാലൻ കണക്കിന് മദ്യം മദീനയിലൂടെ ഒഴുകിയെന്നാ പറയണത്. ആർക്കും ഒരു മടി ഉണ്ടായില്ല, കാരണം ആദ്യം കൊടുക്കേണ്ടത് കൊടുത്തു. നമുക്ക് പറ്റിയ പ്രശ്നം അവിടെ. ഇതെന്താ പരിഹാരം? ഇത് നിർത്തലാക്കാൻ എന്താ പരിഹാരം? ആദ്യം കൊടുക്കേണ്ടത് കൊടുക്കണം. അപ്പൊ അവര് ഇത്ര ലക്ഷങ്ങളുടെ ദീനാറുകളുടെ ദിർഹമിന്റെ സ്വർണ്ണ വസ്തുക്കളാണ് ഇത് എന്ന് അവർ കണക്കാക്കിയില്ല. അവര് പാടില്ല, ആയത്തിറങ്ങി അത് ഉപേക്ഷിച്ചു. അവിടേക്ക് വരാൻ പറ്റുമോ എങ്കിലേ ഇത് നിലനിൽക്കുള്ളൂ, അല്ലാതെ ആര് എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടക്കുകയാണ്, ദിനാചരണങ്ങൾ നടക്കുകയാണ്, പക്ഷെ ആവശ്യക്കാർക്ക് സുലഭമായി കിട്ടണമുണ്ട്. ഒരു ഭാഗത്ത് എല്ലാ ഏജൻസികളും ലഹരിക്കെതിരെയാണെങ്കിൽ നടത്തിയിട്ടും ആവശ്യക്കാർക്ക് സുലഭമായിട്ട് കിട്ടുകയാണ്. ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും ലഹരിക്കെതിരില്ലേ, ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും, പോലീസും പട്ടാളവും അധ്യാപകരും സ്കൂളും വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ലഹരിക്കെതിരില്ലേ. ഗവൺമെന്റിന്റെ മുഖ്യ വരുമാനം എന്താ? മദ്യം. ഗവൺമെന്റിന്റെ മുഖ്യ വരുമാനം എന്താ? മദ്യം. ഇപ്പൊ പുതിയ പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കുകയാണ്, മദ്യകേന്ദ്രങ്ങൾക്ക് അനുമതി കൊടുക്കുകയാണ്. ഇതെങ്ങനെ ഇല്ലാതാകുമോ? അപ്പൊ ആര് എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ല. ഇസ്ലാം പറഞ്ഞെടുത്ത്, അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. കുല്ലു മുസ്കരിൻ ഹറാം, ലഹരിയുള്ളതൊക്കെ ഹറാമാണ്. റസൂൽ തന്നെ യോഗിച്ച യുഹരിമു ലഹുമുൽ ഹബായിസ്, എന്തൊക്കെ ഹബീസാത്തുകളുടെ തിന്മകൾ അതൊക്കെ വിരോധിച്ചുകൊണ്ട് ഹറാമാക്കിക്കൊണ്ടാണ് റസൂൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകി. എത്ര ചെറിയ മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് ചെറുതാവട്ടെ കൂടുതലാവട്ടെ, അതൊരു പഞ്ചസാര തരി, ഞാൻ കഴിഞ്ഞ ഖുതുബിൽ പറഞ്ഞല്ലോ, 2000 ഉറുപ്പ്യാണ് ഒരു പഞ്ചസാര തരിക്ക് നാവിൽ വെക്കണേന്. അത് ഹറാമാണ്, ചെറുതാവട്ടെ വലുതാവട്ടെ, അതിന്റെ രൂപങ്ങൾ മാറട്ടെ. അത് സ്റ്റിക്കറുകളും സ്റ്റാമ്പുകളും നാവിന്റെ അടിയിലും ചുണ്ടിന്റെ അടിയിലും ഒക്കെ വെക്കുന്നതും മണക്കുന്നതും ഒക്കെ ആവട്ടെ. കുട്ടികൾ ഫെവിക്കോള് കവർ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ട് വരിക, സ്കൂളിന്റെ പിറകിൽ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ വർദ്ധിച്ചു വരുന്നു. അതിലെന്താ വസ്തു? ഫെവിക്കോളാണ്. എന്നിട്ട് അത് മണക്കാണ് കുട്ടികൾ, അതിൽ നിന്ന് ലഹരി കിട്ടുമെന്നാ പറഞ്ഞത്. വീട്ടിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബാക്കിയുള്ള വസ്തുക്കൾ, ഒട്ടിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുക. 8ാം ക്ലാസ്സുകാരനാണ് ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു ഇന്നലെ. കാരണക്കാരനാരാ? 8ാം ക്ലാസ്സുകാരൻ. ഇത് ചെറുപ്പത്തിൽ തുടങ്ങാണ്. എല്ലാ വലിയ വലിയ തെറ്റുകളിലേക്ക് ഇത് എത്തിപ്പെടുകയാണ്. ഇസ്ലാം എന്താ പറഞ്ഞത്? ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ പോലും കയറാൻ പാടില്ല. ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ ഒരു മുസ്ലിം കയറാൻ പാടില്ല. ഞാൻ കള്ളൊന്നും കുടിക്കണില്ല, സംഗതി ഹോട്ടലാണ്, ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടും. കള്ളുഷാപ്പിൽ നല്ല പൂളിയും നല്ല ഇറച്ചിയും കിട്ടും, നല്ല ബീഫ്, നല്ല ഭയങ്കര ടേസ്റ്റാ കള്ളുഷാപ്പിൽ. അവിടുത്തെ ബീഫ്, കള്ള് മാത്രല്ല ഹറാമ്, കള്ളുഷാപ്പിലെ ബീഫ് ഹറാമാ, കള്ളുഷാപ്പിലെ പൂള ഹറാമാ. ഇസ്ലാമാ പറഞ്ഞത്. കള്ള് വിളമ്പുന്ന സദസ്സിൽ പോകാൻ പാടില്ല. നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചു, നിങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥനാ, നിങ്ങളെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അവിടെ ഒരു സെഷനിൽ കല്യാണത്തിന് ഒരു സദസ്സിൽ ഒരു ഭാഗത്ത് കള്ള് വിളമ്പുണ്ട്, വേറൊരു ഭാഗത്ത് ചോറുണ്ട്, ഭക്ഷണമുണ്ട്. ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വലാ യശ്റബുൽ ഖംറു ഹീന യശ്റബു വഹുവ മുഅ്മിൻ, ഈമാൻ ഉണ്ടായിട്ട് ഒരാൾക്ക് കള്ളുടിക്കാൻ പറ്റൂല. മൻ ശരിബൽ ഖംറ വസക്കറ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹൻ, 40 പ്രഭാതത്തിലെ നിസ്കാരം ബാത്തില. ഒരുത്തൻ നിസ്കരിക്കുന്നുണ്ട്, കുറച്ച് ജോലിക്ക് പോകുമ്പോൾ കടലിക്ക് പോകുമ്പോൾ ആൻസും വെക്കും, സുബീസ്കാരത്തിനും വരും,
പള്ളിക്കലും വരും, ഈ സാധനം വെക്കും. റസൂല പറയാ 40 പ്രഭാത നിസ്കാരം ബാത്തിലായി. ഒരു ദിവസത്തെ നിസ്കാരമല്ല, 40 ദിവസത്ത് പോയി എന്നാ പറഞ്ഞത്. വൈമാത്ത ദഹലന്നാർ, മരിച്ച നരകത്തേക്കാ നേരെ. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ തിന്മന്റെയും മാതാവ്. വ അക്ബറുൽ കബായിർ, മഹാപാപമാണ്. മൻ ശരിബഹ, ആരെങ്കിലും കുടിച്ചാൽ. എന്താ എന്റെ ഗൗരവം? വകഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി, ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യ. വഖാലത്തിഹി, ഉമ്മാന്റെ സഹോദരിയെ വ്യഭിചരിച്ചതിന് തുല്യ. വഅമ്മത്തിഹി, വാപ്പാന്റെ സഹോദരിയെ അമ്മായിയെ വ്യഭിചരിച്ചതിന് തുല്യമാണ് കള്ളുടിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ എന്താ ഇസ്ലാം പറയേണ്ടത്? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു. ആരൊക്കെ ശപിച്ചു? ലഅനല്ലാഹുൽ ഖംറ, കള്ളിന് അല്ലാഹുവിന്റെ ശാപം കിട്ടിയ വസ്തുവാണ് മദ്യം. വ ശാരിബഹ വലഅന ശാരിബ, കുടിക്കണോനെ. വസാക്കെ, കുടിപ്പിക്കണോനെ. അല്ലാഹ് ശപിച്ചു. ചില ആൾക്കാരുണ്ട് കുടിക്കൊന്നുമില്ല, കുടിക്കാൻ പൈസ കൊടുക്കും ചില ആൾക്കാർ. എങ്ങനെയെങ്കിലും കാര്യം നടക്കണം, അതിന് ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് കള്ളുടിക്കാൻ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ കൂട്ടത്തിൽ സ്നേഹിതന്മാർ ചങ്ങാതിമാരൊക്കെ ഉണ്ട്, അവർക്ക് കള്ള് കുടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക. നമ്മൾ കുടിക്കണില്ല, കുടിക്കാൻ പൈസ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക പാടില്ല. അവനും ശാപമുണ്ട്. അത് ഉണ്ടാക്കണവനും അത് ഉണ്ടാക്കണവനും പിഞ്ഞെടുക്കണവനും കച്ചവടം ചെയ്യണവനും വിൽക്കണവനും ഒക്കെ ശപിച്ചു. വഹാമിലഹവൽ മഹമുലത്തൈലഹി, അത് വഹിക്കണവനും അത് കൊണ്ടുവരുന്നതിനും ഒക്കെ. വആകില സമനിഹ, അതിന്റെ വില വാങ്ങി തിന്നുന്നവനെയും. ലഹരി വിറ്റിട്ട് ജീവിക്കണവന്റെ വരുമാനം ഉണ്ടല്ലോ, അതും അള്ളാന്റെ ശാപം കിട്ടിയ വരുമാന. ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, ചില ആൾക്കാർ പറയും എങ്ങനെ ഇപ്പോൾ പുകവലി ബീഡില്ലാതെ സിഗരറ്റ് ഇല്ലാതെ കച്ചവടം നടക്കുക, എങ്ങനെ ഇപ്പോൾ ഈ ആൻസിന്റെ പാക്കറ്റ് ഇല്ലാതെ ഈ പാക്കില്ലാതെ കച്ചവടം നടക്കുക, അതിമലല്ല ആകെ 10 പൈസ കിട്ടുന്ന മാർജിൻ കിട്ടുന്ന അയിമലാന്നാ. അങ്ങനെ ഒരു കച്ചവടം നടത്തി ഉണ്ടാക്കിയ പൈസ വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും കൊടുക്കുന്ന ശാപം കിട്ടിയ പൈസ. എല്ലാ തിന്മന്റെയും മാതാവ്. 2 വയസ്സുള്ളൊരു കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, നാളെ പരലോകത്ത് വരും, ചോദ്യം ചെയ്യും. അള്ളാന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ജാഹിലിയത്തായിരുന്നു. എന്താ കാരണം അറിയോ? കുട്ടികളെ കൊന്ന ജാഹിലിയത്തിലെ മുഴുവൻ ആൾക്കാരും മദ്യപാന്മാരായിരുന്നു. അവർക്ക് ദുരഭിമാനായിരുന്നു. അവർ കുട്ടികളെ കൊന്നു. അള്ള പറഞ്ഞു ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാക്, ദാരിദ്ര്യം മക്കളെ പൊന്നുമക്കളെ കൊല്ലരുതെന്ന് ആയത്തിറങ്ങി. ഒരായത്തല്ല ഖുർആനിൽ. ഈ ആശയം വരുന്ന ഒട്ടനവധി ആയത്ത്, ഒന്നിലധികം ആയത്തിൽ കാണാം ദാരിദ്ര്യം പറയുന്ന കുട്ടികളെ കൊല്ലരുതെന്ന്. ഒരിക്കലും മദീനത്തെ പള്ളിയിൽ ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്ന ഇമാം ഖുർത്തുബിയുടെ ഹദീസിൽ ഒരു സംഭവം കാണാം. മദീനത്തെ പള്ളിയിൽ ഒരു സ്വഹാബി എപ്പോഴും അദ്ദേഹം ദുഃഖിതനായിട്ട മുഖത്ത്. റസൂലുള്ളാഹി പറയാണ്, ഒരു സന്തോഷം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. സന്തോഷം മുഖത്ത് കണ്ടിട്ടേ ഇല്ല, ഒരു ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ല. എപ്പോഴും ദുഃഖാണ്, എപ്പോഴും സങ്കടമാണ്. അല്ലാഹു റസൂൽ ചോദിച്ചു മാലക യകൂനു മഹ്സൂനൻ, എന്താണ് എപ്പോഴും ഇങ്ങനെ ദുഃഖം? എന്താണ് ഈ മൂഡൌട്ടിന്റെ കാരണം? എന്താണ് ഇത്ര വലിയ സങ്കടം? ഒരു ചിരിക്കണ മുഖം കണ്ടിട്ടില്ലല്ലോ, സന്തോഷിക്കുന്ന മുഖം നിന്റേത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. യാ റസൂലല്ലാഹ് ഇന്നി അദ്നബതു ദംബൻ ഫിൽ ജാഹിലിയ, ഞാന് ജാഹിലിയത്തിൽ ഇസ്ലാമാണ് മുമ്പ് ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റസൂലെ. അഖാഫു അല്ലാ യുഗ്ഫറ ലി, എനിക്ക് പുറത്ത് കിട്ടൂലെന്ന് ഞാൻ പേടിക്കുകയാണ്. ലഇൻ അസ്ലംതു, ഞാൻ മുസ്ലിമായി എങ്കിലും എനിക്ക് ആ തെറ്റ് പുറത്ത് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സങ്കടം, ദുഃഖം വന്നുപോയൊരു തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് പുറത്ത് കിട്ടൂലല്ലോ എന്ന ചിന്തയാണ്. റസൂൽ പറഞ്ഞു അഖ്ബിർനി അൻ ദംബിക, എന്താണ് ആ തെറ്റ്? ഞാനൊന്ന് കേൾക്കട്ടെ, നീ പറയേ. യാ റസൂലല്ലാഹ് കുൻതു മനിലദിന യഖ്തുലൂന ബനാതഹും, ഞാൻ ജാഹിലിയത്തിലെ പെൺകുട്ടികളെ കൊല്ലുന്നൊരു വ്യക്തിയായിരുന്നു. വൗലിദത്തിൽ ഈ ബിന്തുൻ, അങ്ങനെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി എനിക്ക് ജനിച്ചു. ഫശഫഅതു ഇലയ്യ സൗജത്തി നത്റഖഹ, അപ്പൊ എന്റെ ഭാര്യ എന്നോട് ശുപാർശ പറഞ്ഞു, ഓളങ്ങള് കൊല്ലരുതിട്ടോ എന്ന് ഭാര്യ എന്നോട് പറഞ്ഞു. ജനിക്കുന്ന പെൺകുട്ടികളൊക്കെ കൊല്ലണ കൂട്ടത്തിലെ ഞാന്, ജീവനോടെ കൊല്ലലാണ്. അപ്പോ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിനെ കൊല്ലരുതിട്ടോ എന്ന് പറഞ്ഞു. ഫതറക്തുഹ, അപ്പൊ ഞാൻ അവളെ കൊന്നില്ല. ഭാര്യ പറഞ്ഞപ്പോ വിട്ടു. ഫകബുറസ്, അങ്ങനെ അവൾ വലുതായി. വഅദ്റകത്, അവൾ പ്രായമറിയിച്ചു. വഅസ്ബഹത് മിൻ അജ്മലി നിസാ, സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ മകളായിട്ട് അവർ വളർന്നു. ഫജാഉ യഖ്തുബൂനഹ ഇലയ്യ, അങ്ങനെ അവളെ കല്യാണം ആലോചിച്ച ആൾക്കാർ വരാൻ തുടങ്ങി. ഫഅഖദത്നിൽ ഹമിയ, അപ്പോഴേക്ക് എന്റെ ദുരഭിമാനം എന്നെ പിടികൂടി. വലം യതഹമ്മൽ ഖൽബി അൻ ഉസവ്വിജഹ, കല്യാണം കഴിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഔ അത്റഖഹ ഇലൽ ബൈത്തി ബിദൂനി സൗജിൻ, ഭർത്താവില്ലാതെ വീട്ടിൽ നിർത്താനും എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഫഖുൽതു ലി സൗജത്തി, അങ്ങനെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പം ജാഹിലിയത്തിൽ അങ്ങനെയാണ്, മക്കളെ കെട്ടിക്കുന്നത് പോലും ദുരഭിമാനാണ്.
ഭർത്താവില്ലാതെ വീട്ടിൽ നിൽക്കുന്നത് ദുരഭിമാനാണ്. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ജനിച്ച മുമ്പത്തെ കുട്ടികളൊക്കെ കൊന്നമാരാണ്. കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്റെ മനസ്സിൽ ഇതിങ്ങനെ വന്നു. ഞാൻ ഒരിക്കൽ ഭാര്യനോട് പറഞ്ഞു, ഫഖുൽതു ലിസൗജത്തി ഇന്നി ഉരീദു അൻ അസൂറ ഖറിയത കദ. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാണ്. ലി അസൂർ അസ്തഖാഇ വഖരിബായി, കൂട്ടുകാരും സ്നേഹിതന്മാരും കുടുംബക്കാരൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഫബഅസിഹാ മഈ, ഈ മോളെ എന്റെ കൂടെ പറഞ്ഞേക്ക്. ഭാര്യനോട് പറഞ്ഞു, ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവാണ്, മോളെ എന്റെ കൂടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ഫസറത്ത്, ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി പാപ്പാന്റെ കൂടെ മോളെ പറഞ്ഞേക്കാൻ. ഫസയ്യനത്ത് ഹബിൽ ലിബാസി വൽ ഹുലൽ, അങ്ങനെ അവളെ നല്ല ഉടയാടുകളൊക്കെ ഇട്ട് വസ്ത്രങ്ങളെ കുടിപ്പിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുത്ത് മകളെ ഉമ്മ ഒരുക്കി. അങ്ങനെ വാപ്പാന്റെ കൂടെ വിട്ടു. അദ്ദേഹം പറയാണ്, റസൂലിനോട് പറയാണ്, ഫദഹബ്തു ബിഹാ ഇലാ റഅസി ബിഹിരിൻ, അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് പോയത് നേരെ ഒരു കിണറിന്റെ അടുക്കലേക്കാണ് പോയത്. ഫൽതസംതിനി, അപ്പം മോക്ക് മനസ്സിലായി എന്തിനാണ് വാപ്പ കൊണ്ടുവന്നതെന്നുള്ളത്. മോക്കറിയാലോ നാട്. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഫഖാലത്ത്, ചോദിച്ചു, മാതാ തുരീദു അൻ അഫ്അല ബി, ഉപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉപ്പ ഉദ്ദേശിക്കുന്നത്? ഫജഅല തബ്കി, അത് പറഞ്ഞ് മോള് കരയാൻ തുടങ്ങി. ഫറഹിംതുഹ, മോളെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കാരുണ്യം തോന്നി. ഞാൻ അവളോട് കാരുണ്യം കാണിച്ചു. ഫനദർതു ഇലൽ ബിഇരി, അങ്ങനെ ഞാൻ കിണറ്റിലേക്ക് നോക്കി. ഫഅഖദത്തിനി ഹമിയത്തുൽ ജാഹിലിയ, കിണറ്റിൽ നോക്കുമ്പോൾ ആ ജാഹിലിയത്ത് വീണ്ടും എന്നിലേക്ക് വരും. അങ്ങനെ വീണ്ടും അവളെ പിടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഫൽതസംതിനി, എന്നെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. ഫഖാലത്ത്, രണ്ടാമത് കിണറ്റിലേക്ക് എന്നെ എറിയാൻ വേണ്ടി നോക്കുക. അപ്പം അവള് പറഞ്ഞു, യാ അബി ലാ തുളയ്യി അമാനത്ത ഉമ്മി, ഉപ്പ നിങ്ങൾ ഉമ്മാക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ തെറ്റിക്കരുത്. ഉമ്മാക്ക് കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ പൊന്നുപോലെ കൊണ്ടുപോയി കൊണ്ടുവരാന്ന്. അതുകൊണ്ട് ഉമ്മാനെ നിങ്ങൾ ചതിക്കരുത്. എത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ഉമ്മ എന്നെ ഒരുക്കി കൊണ്ടുവന്നത്. എന്നെ കൊല്ലാനായിരുന്നെങ്കിൽ ചെറുപ്പത്തിലെ ചെയ്യായിരുന്നു. ഉമ്മാക്ക് കൊടുത്ത കരാറ് നിങ്ങൾ ലംഘിക്കരുത്. ഫറഹിം തുഹ മറത്തൻ, അത് കേട്ടപ്പോൾ വീണ്ടും ഞാൻ കാരുണ്യം കാണിച്ചു. അന്നുറയിലേഹ വർഹും ആ മറത്തൻ അന്നുറയിൽ ബീർ, വീണ്ടും ഞാൻ കെട്ടിലേക്ക് നോക്കുമ്പോൾ വീണ്ടും എൻ്റെ ദുരഭിമാനം തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഫഗലബനിയ ശൈത്താൻ, എന്നെ ശൈത്താനാണ് ജയിച്ചത്, എന്നെ ശൈത്താൻ അതിജയിച്ചു. ഫഅഖദതുഹ ഫഅൽഖൈതുഹ ഫിൽ ബീരി മൻകുസ, ഞാൻ അവളെ പിടിച്ചിട്ട് തല കുത്തനെ പിടിച്ച് മങ്കുസത്തായിട്ട് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഫശാലത്ത് തബ്കി യാ അബി ഖതൽതനി യാ അബി ഖതൽതനി, അപ്പൊ നിങ്ങൾ എന്നെ കൊന്നുലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മകളെ കിണറ്റിലേക്ക് കരഞ്ഞുകൊണ്ട് വീഴുകയാണ്. ഫവഖഫ്തു ഇൻദൽ ബിഇരി, അല്ലാഹു റസൂലിനോട് പറയാ, ഫവഖഫ്തു ഇൻദൽ ബിഇരി, ആ കിണറ്റിന്റെ അരികിൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നു. ഹത്താ ഇൻഖത സൗതുഹ, അവളെ കരച്ചിൽ നിൽക്കുന്നത് വരെ, കരച്ചിലില്ലാതാകുന്നത് വരെ ആ കിണറ്റിന്റെ വക്കിൽ ഞാൻ അങ്ങനെ നിന്നു. ഫറജഅതു, എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഈ കഥ ഇങ്ങനെ പറയാണ് ഈ സ്വഹാബി. ജാഹിലിയ്യത്തിലെ ഈ കഥ സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് ആ സഹാബി പറഞ്ഞപ്പോ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഫബക്കാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഈ കഥ കേട്ട് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്ന് റസൂൽ പറഞ്ഞു, ലൗ ഉമിർതു അൻ ഉആഖിബ അഹദൻ ബിമാ ഫഅല ഫിൽ ജാഹിലിയ്യ ഫഅഖബ്തുക, ജാഹിലിയ്യത്തിൽ ചെയ്ത തെറ്റിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ ശിക്ഷിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബിയോട് പറഞ്ഞു. സഹോദരങ്ങളെ, ഏത് നമ്മളെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാവട്ടെ, ഉൾക്കൊള്ളാൻ കഴിയുന്നതാവട്ടെ, ഏത് തിന്മകളും സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു തിന്മ ഉണ്ടാകും, അതിനനുബന്ധമായി മറ്റൊരു തിന്മ ഉണ്ടാകും. ലഹരി ഒരുപാട് തിന്മകളുടെ, മുഴുവൻ തിന്മകളുടെയും മാതാവാണ്. അവിടേക്ക് നമ്മളെ എത്തിക്കും. വാപ്പയാരാണ്, ഉമ്മയാരാണ്, സഹോദരിയാരാണ്, ഭാര്യയാരാണ്, മക്കളാരാണ് എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് അതിന്റെ ഗൗരവമാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. മുഴുവൻ തിന്മകളുടെയും ഗൗരവം ബോധ്യപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് അതൊക്കെ എങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന പ്രായോഗിക കാര്യങ്ങൾ കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളമായി ചെയ്ത് എല്ലാ തിന്മകളിലും പൂർണ്ണമായി വിട്ടുനിന്ന് അള്ളാഹിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്നലെ മാസപ്പിറവി കാണാത്തത് കൊണ്ട് ഇന്ന് റജബ് 30 പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നാളെ ശഅബാൻ 1 ആരംഭിക്കുകയാണ്. പക്ഷെ ശഅബാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങൾ നമ്മൾ അറിയണം. 1, നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്.
2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ച മാസമാണ്. 3 ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്. 4 റമദാനിലെ നഷ്ടമായ നോമ്പ് പൂർത്തിയാക്കാനുള്ള മാസമാണ്. 5 റമദാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ്. ഈ 5 കാര്യങ്ങൾ ശഅബാൻ മാസം പറക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ വർദ്ധിപ്പിക്കുക. അതിനൊരവസരമാണ് വരാൻ പോകുന്നത്. അസ്സൗമു ജുന്ന, നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചത്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ശഅബാനാണെന്നാണ്. അപ്പൊ നോമ്പ് ഒരു പരിചയമാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നൊരു സഹാബി ചോദിക്കണ്ട്, എന്നെ മുറിഞ്ഞേ റസൂലുള്ളാഹി എന്നെ ഒന്ന് നന്നാക്കണം എന്ന് പറയുന്നുണ്ട്, എനിക്കൊന്ന് നന്നാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നന്നാകാനുള്ള കാര്യം പറഞ്ഞു തരണമെന്നാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. നോമ്പ് എന്ന് പറഞ്ഞു. അലൈക അസ്സൗം. വേറൊന്ന് പറഞ്ഞുതരാം, അപ്പോഴും പറഞ്ഞു നോമ്പ്. പറഞ്ഞു വേറൊന്ന് പറഞ്ഞേരി, അപ്പോഴും പറഞ്ഞു നോമ്പ്. ലാ മിഥല ലഹു വല അതില ലഹു, അതിന് സമമായിട്ട് വേറൊന്നുമില്ല എന്നാ. അപ്പൊ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും അവസരങ്ങളെയും സന്ദർഭങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്, വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ പള്ളിയിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവന തന്ന ഒരു പ്രായമായ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകന് വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി മക്കളില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ ഒരു സഹോദരൻ ബാത്റൂമിൽ പെട്ടെന്ന് വീണുപോയി. ഇപ്പോൾ ചലനവുമില്ല, ശബ്ദമില്ല, സംസാരിക്കാനൊന്നും കഴിയാത്ത വിധത്തിൽ അവശനായി തളർന്നു കിടക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ്. അല്ലാഹു തആല ആ സഹോദരനെ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെയും ക്ഷമയും അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുവാനും കാക്ഷിക്കുവാനുമുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ ഗുരുനാഥൻ കൂടിയായ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പൾ കൂടിയായിരുന്ന ബഹുമാനനായ MM മദനി, മുഹമ്മദ് മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, പ്രാസംഗികൻ, ഒരു ചെറിയവരും വലിയവരും ഒന്നും അദ്ദേഹത്തിന് എല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന വളരെ വലിയ വിശാലമായൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മഹാപണ്ഡിതൻ. നമ്മുടെ കേരളക്കലയിലെ എല്ലാ മുക്കുമൂലകളിൽ പരലോകം എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ധാരാളമായി സംസാരിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അന്ന് അക്കാലഘട്ടത്തിൽ വലിയ സദസ്സുണ്ടാകുമായിരുന്നു. ഒരുപാട് ആളുകളിലേക്ക് വലിയ തസ്കിയത്ത് നൽകിയ, തർബിയത്ത് കിട്ടിയ നൽകിയ ഒരു വലിയ പണ്ഡിതനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات وأحياهم منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.